ധീരനിൽ മികച്ച ഫ്രെയിമുകൾ നമുക്ക് സമ്മാനിച്ച സിനിമാറ്റോഗ്രാഫർ ഹരികൃഷ്ണൻ ലോഹിദാസ് ആണ് നമ്മളോടൊപ്പം ചേരുന്നത്. നമസ്കാരം സർ. ഫ്രണ്ട്ഷിപ്പിന്റെ ഇതിലൊരു സിനിമ ചെയ്യാൻ പറ്റും തോന്നിയിരുന്നു. ഒരുമിച്ചൊരു സിനിമ ചെയ്യാന്നുള്ളതായിരുന്നു ഏറ്റവും എന്താ പറയുക ശ്രമിച്ചുകൊണ്ടിരുന്ന കാര്യം. നമ്മളുടെ ഒരു ക്രിയേറ്റിവിറ്റിനെ ഈ ഡയറക്ടേഴ്സ് റെസ്ട്രിക്ട് ചെയ്യുന്ന ആ രീതിയിൽ എന്തെങ്കിലും കണ്ണിൽ കാണുന്നതിൻ്റെ വളരെ കുറവേ ക്യാമറയ്ക്കകത്തേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. നമ്മൾ ഒരു ഫ്രെയിമിലേക്ക് ഇത് ഒതുക്കണമല്ലോ എന്ന് പറയുന്നത് എനിക്ക് പേഴ്സണലി സങ്കടമായി തോന്നാറുണ്ട്. മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തിരക്കഥാകൃത്തായിരുന്നു, സംവിധായകനായിരുന്നു ലോഹിദാസ് സാർ. അപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ എന്തുകൊണ്ട് ഈ ഒരു ഇൻഡസ്ട്രിയിൽ എത്താൻ വൈകിപ്പോയി? അച്ഛൻ ഇവിടെയായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രീവിയസ് ഒരാൾ ഇവിടെ ഉണ്ടെന്ന് വെച്ച് ചിലപ്പോൾ ഇൻഡസ്ട്രിയിലേക്ക് കയറാനോ അല്ലെങ്കിൽ ഒരു സിനിമ ചെയ്യാനോ ഒക്കെ പറ്റിയേക്കാം. പക്ഷെ നമ്മൾ സ്വീകരിക്കേണ്ടത് അറ്റ് ദ എൻഡ് ജനമാണ്. സ്കൂളിലൊക്കെ ഈ എക്സ്റ്റൻഷൻ ലോഹിതദാസ് എന്നുള്ള എക്സ്റ്റൻഷൻ ആയിരുന്നില്ല പേരിന്, അത് എൽദാസ് എന്നുള്ളതിലേ ഉണ്ടായിരുന്നുള്ളൂ. ഈ എന്ന് പറഞ്ഞിട്ടുള്ള അവസാനത്തെ ലെറ്ററിനോട് ലോഹിതദാസ് സാറിന് ഭയങ്കരമായിട്ടുള്ള പ്രേമം ഉണ്ടായിരുന്നു എന്ന് പറയുന്ന കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ശ്രദ്ധിച്ചിരുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിഥിയെ പോലെയാണ് വീട്ടിൽ വരിക, ആ സമയത്താണ് എല്ലാവരും ഒന്ന് ഉഷാറാവുന്നത്. അച്ഛൻ അങ്ങനെയായിരുന്നു, അപ്പോൾ അതിഥിയായിരുന്നു വീട്ടിൽ അതിഥിയില്ല. പക്ഷെ ഞാൻ അതിഥി എന്നല്ല പറയാ, അച്ഛൻ വരുമ്പോഴാണ് വീട്ടില് അടുക്കും ചിട്ടയും വരിക. ഒരുപാട് പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് കിട്ടേണ്ടിയിരുന്നത് കിട്ടിയിരുന്നില്ല. മനഃപൂർവ്വം ചില ആളുകൾ അവഗണിച്ചിട്ടുണ്ടായിരുന്നു. സങ്കടം ഉണ്ടായിരുന്നു പലപ്പോഴും. കാരണം നമുക്ക് അറിയാം അതങ്ങനെയല്ല എന്നറിഞ്ഞിട്ടും ആരോപണങ്ങൾ വരുമ്പോൾ സങ്കടം ഉണ്ടായിരുന്നു. അത് തീർച്ചയായിട്ടും ഞങ്ങളെല്ലാവരും എഫക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് അദ്ദേഹം മരിച്ചിട്ടും സിനിമ ഇൻഡസ്ട്രിയിലെ ആളുകൾ ഇവരെ സഹായിച്ചില്ലേ എന്നുള്ള ചോദ്യങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു. ആളുകൾക്ക് ഒരുപാട് തെറ്റിദ്ധാരണയുണ്ട്. അത് എങ്ങനെയാണ് കാണുന്നത്? ചേട്ടൻ എപ്പോഴും നോർമലി ഇങ്ങനെ കൂടുതലല്ലാതെ കൂട്ടുകാരായിട്ട് സംസാരിക്കുമ്പോഴും ഞാൻ കൂടുതൽ ലിസ്ണറാണ്. പഞ്ച് ലൈനുകൾ മാത്രമേ ഞാൻ പറയാറുള്ളൂ. നമസ്കാരം, സെല്ലുലോയിഡിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സൂര്യ സുജി. ധീരനിൽ മികച്ച ഫ്രെയിമുകൾ നമുക്ക് സമ്മാനിച്ച സിനിമാറ്റോഗ്രാഫർ ഹരികൃഷ്ണൻ ലോഹിദാസ് ആണ് നമ്മളോടൊപ്പം ചേരുന്നത്. നമസ്കാരം സർ. നമസ്കാരം. എങ്ങനെ ഉണ്ടായിരുന്നു ധീരനിലെ ഒരു എക്സ്പീരിയൻസ്? ധീരൻ വളരെ രസകരമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. രസകരം എന്നുള്ളതിലുപരി ധീരൻ കൂടുതലൊരു സൗഹൃദത്തിനിടയിലുള്ള സിനിമയാണ്. അപ്പോൾ എല്ലാവരും മുമ്പോട്ടേ പരിചയമുള്ളവരാണ്. അപ്പോൾ ആ ഒരു സൗഹൃദത്തോടു കൂടെ തന്നെ വർക്ക് ചെയ്യുന്നൊരു സെറ്റ്, അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എങ്ങനെയായിരുന്നു? ദേവദത്തായിരുന്നു ഇതിലോട്ടേക്ക് വിളിച്ചത്? ദേവദത്താണ് ഇതിലേക്ക് വിളിക്കുന്നത്. ദേവദത്ത് പണ്ട് തൊട്ടേയുള്ള പരിചയമാണ്. എന്താ പറയുക, ഒരു അരിയനെ പോലെ തന്നെയാണ്. ഞങ്ങൾ ഒരുമിച്ചൊരു വീട്ടിലൊക്കെ താമസിച്ചിരുന്ന ആൾക്കാരാണ് കുറച്ചു കാലം. സിനിമ സ്വപ്നം കണ്ട് അങ്ങനെ? അതെ, സിനിമയ്ക്ക് വേണ്ടി ഒരുമിച്ച് ഒരു വീട്ടിൽ താമസിച്ചിരുന്ന കുറേ പേരിൽ ഞാനും ദേവദത്തും ആദർശ് പോൾസൺ അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു ആ ഒറ്റൊരു വീട്ടിൽ. അന്ന് വിചാരിച്ചിരുന്നോ ഒരുമിച്ചൊരു സിനിമ ചെയ്യാൻ പറ്റും? അതായത് സിനിമയാണ് എല്ലാവരുടെയും സ്വപ്നം, പക്ഷെ ഒരുമിച്ച് ഈ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഇതിലൊരു സിനിമ ചെയ്യാൻ പറ്റും തോന്നിയിരുന്നു? ഒരുമിച്ചൊരു സിനിമ ചെയ്യാന്നുള്ളതായിരുന്നു ഏറ്റവും എന്താ പറയുക ശ്രമിച്ചുകൊണ്ടിരുന്ന കാര്യം. അതിൽ ഞങ്ങൾക്കാണ് ഒരുമിച്ച് ആദ്യം ഒരു സിനിമ ചെയ്യാൻ പറ്റി എന്നുള്ളൂ. പക്ഷെ തുടർച്ചയായിട്ട് ഇനിയും ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം സൗഹൃദങ്ങൾക്ക് അധികം അകത്ത് നിന്ന് തന്നെ കൂടുതൽ സിനിമകൾ ചെയ്യണം എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. നമുക്കിപ്പോൾ കുറേ ബെൽറ്റുകൾ ഉണ്ടല്ലോ, അല്ലെങ്കിൽ കുറേ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് പയ്യന്നൂർ ഗ്യാങ് വരെ വന്നു, കണ്ണൂർ ഗ്യാങ്. ഇനിയിപ്പോൾ നിങ്ങളുടേതായിട്ടുള്ളൊരു പുതിയ ഗ്യാങ് ഒക്കെ വരുമോ? ഗ്യാങ് ആവാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. പക്ഷെ അതല്ല, അതിലുപരി ഈ പറയുന്ന പോലെ സൗഹൃദം ഉള്ളവരെല്ലാവരും കൂടി ചേർന്ന് എന്തെങ്കിലും ചെയ്യാന്ന് പറയുന്നതിൻ്റെ ഒരു സുഖമുണ്ടല്ലോ. അതാണ് ഇതിലൊരു മെയിൻ. ഒരു ഗ്യാങ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു ബെൽറ്റ് ഉണ്ടാക്കുക എന്നുള്ളതൊന്നുമല്ല. ശരിക്കും ഒരുപാട് പേര് പറയുന്നത് കേട്ടിട്ടുണ്ട്, സിനിമയിലേക്ക് എത്തിപ്പെടുന്നത് ഒരു ലക്ക് ഫാക്ടർ കൊണ്ടാണ്. പക്ഷെ അവിടെ നിലനിന്ന് പോകണ്ടെങ്കിൽ ഒരു നല്ലൊരു ടീം വേണം, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിട്ടുള്ളൊരു ഗ്യാങ് വേണമെന്ന് പറയുന്നുണ്ട്. അതിനോട് യോജിക്കുന്നുണ്ടോ? സിനിമയിൽ തീർച്ചയായിട്ടും ഒരുപാട് ഒറ്റയന്മാരും ഉണ്ട്. അതുകൊണ്ടൊരു ഗ്യാങ് മാത്രം പോരാ, നിങ്ങളുടെ കാര്യമായിട്ടുള്ളൊരു എഫേർട്ട് വേണം. ഒരു ഗ്യാങ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറയുക, എപ്പോഴും നമുക്ക് ചർച്ച ചെയ്യാനും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാനും അറ്റ്ലീസ്റ്റ് ഗോസിപ്പ് പറയാനെങ്കിലും ഒരു ടീം ഉണ്ടാവും. അതൊരു രസമുള്ള കാര്യമാണ് ഒരു സൈഡിൽ. ഈ സിനിമയിലുള്ള ഫ്രണ്ട്സുമായിട്ട് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് എന്താണ്? ഈ സിനിമയായിട്ടുള്ള ഡിസ്കഷൻ ആണോ, അതോ നേരത്തെ പറഞ്ഞ പോലെ ഗോസിപ്പാണോ?
ഏറ്റവും എൻജോയ് ചെയ്യുന്ന കാര്യം സിനിമ ഓരോ സബ്ജക്റ്റ് വരുന്നതും അത് സംസാരിക്കുന്നതും തന്നെയാണ് ഏറ്റവും എൻജോയ് ചെയ്യുന്ന കാര്യം. പക്ഷെ അതിൻ്റെ ഇടയിൽ കൂടെ തീർച്ചയായിട്ടും കടന്നു വരുന്ന കാര്യമാണ് വെറുതെ ഗോസിപ്പും കളിയാക്കലും പരിപാടിയും ഒക്കെ. ധീരനിലേക്ക് വന്നപ്പോൾ ധീരന്റെ ഫ്രെയിംസ് ഒക്കെ ഭയങ്കര അടിപൊളിയാണ്, ഫ്രഷ് ആയിട്ടുള്ള ഫ്രെയിംസ് ആണ്, അതിൻ്റെ ഒരു കളർ പാലറ്റ് ഒക്കെ. അത് നേരത്തെ ഡിസൈഡ് ചെയ്തിരുന്നു ഈ ഒരു ഫ്രഷ് ആയിട്ടുള്ളൊരു പാലറ്റ് വേണം, കളേഴ്സ് വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഓക്കെ ഇന്ന കാര്യങ്ങൾ വേണം. കാരണം കൂടുതലൊരു കളർ ആഡ് ചെയ്യാനൊന്നും ഞങ്ങൾ നോക്കിയിട്ടില്ല. ഞങ്ങൾ കൂടുതലും എലിമിനേറ്റ് ചെയ്യാനാണ് നോക്കിയേക്കുന്നത്. അതുകൊണ്ട് വളരെ എന്താ പറയുക, ഭയങ്കര എന്താ പറയുക, എക്സ്ട്രാവേഗൻ്റ് ആയിട്ടുള്ളൊരു പാലറ്റ് ഒന്നുമില്ല. വളരെ സിമ്പിളായിട്ട് വെക്കുന്ന, ഫ്രഷ് ആയിട്ടുള്ള സിമ്പിൾ, നമുക്കൊരു ഒരു ഗ്രാമത്തിന്റെ ഒരു കഥ പറയുമ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കളർ പാലറ്റ് ആണ്. നേരത്തെ ഡിസൈഡ് ചെയ്തിരുന്നു? അത് നേരത്തെ ഡിസൈഡ് ചെയ്ത് തന്നെ വർക്ക് ചെയ്തതാണ്. സിമ്പിൾ ആയിരിക്കണം, ഒരു പാലറ്റ് വെച്ച പോലെ പെട്ടെന്ന് തോന്നരുതെന്നും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ചേട്ടൻ്റെ ഐഡിയ ആയിരുന്നു അതോ ഡയറക്ടർ സജസ്റ്റ് ചെയ്ത് അങ്ങനെ എന്തെങ്കിലും ആയിരുന്നു? അത് ഞങ്ങൾ രണ്ടുപേർക്കും ഒരേ മൈൻഡ് സെറ്റ് ആയിരുന്നു എന്നുള്ളത് അതിൽ ദൈവത്വം അത് തന്നെ പറഞ്ഞിരുന്നു. കാരണം നമ്മൾ എടുത്തു വെച്ച പോലത്തെ ഒരു പാലറ്റ് ആയിരിക്കരുത്, ഒരു പരസ്യം പോലെ എന്തെങ്കിലും തോന്നാൻ പാടില്ല, ഒരു ഫോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു പാലറ്റ് തോന്നരുതെന്നുണ്ടായിരുന്നു. ഈ ധീരനിൽ വരുമ്പോൾ അവസാനത്തെ ഈ ഫൈറ്റ് സീൻസ് ഒക്കെ ഉണ്ടല്ലോ, അത് എടുക്കാൻ എത്രത്തോളം ഒരു ഡിഫിക്കൽട്ട് ഉണ്ടായിരുന്നു? അല്ല, നമ്മൾ ഈ തല്ലുമാലയിലൊക്കെ കണ്ടിരുന്നു അവർ മറ്റേ റിഗൊക്കെ ഉപയോഗിച്ചാണ് അങ്ങനെ ചെയ്തിരുന്നത്. അതിൻ്റെ അതുപോലെ എന്തെങ്കിലും ചെയ്തിരുന്നോ? ഇതിൻ്റെ അവസാനത്തേക്കൊക്കെ വരുമ്പോൾ നമുക്ക് എന്താ പറയുക, ഒരു ലിമിറ്റഡ് ടൈം ആൻഡ് റിസോഴ്സ് ഉള്ളൊരു ഇതാണ്. കാരണം നമ്മളൊരു എന്താ പറയുക, ഒരു വളരെ വലിയ ബഡ്ജറ്റ് വെച്ചൊന്നുമല്ല വർക്ക് ചെയ്യുന്നത്, പക്ഷേ സഫിഷ്യൻ്റ് ആയിട്ടുള്ളത് തന്നെയായിരുന്നു. അപ്പോൾ ആ ടൈമിനകത്ത് നിന്ന് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യാന്നുള്ളത് നോക്കിയിട്ടുള്ളൂ. അതിൽ ഭയങ്കരമായിട്ടൊന്നും ചെയ്തിട്ടില്ല. പ്യൂർലി നോക്കിയാലും കുറച്ചുകൂടെ സിംപിളറാണ്. ഇന്നത്തെ മറ്റ് സിനിമകളെ വെച്ച് നോക്കുമ്പോൾ അതിനേക്കാളും സിംപിളറാണ് ഈ പോർഷൻസ് എല്ലാം. ഈ ഫൈറ്റ് എടുക്കാൻ ഒന്നാമത് പുറത്ത് പോയിട്ടാണല്ലോ, കേരളത്തിന് പുറത്ത് പോയിട്ടല്ലേ എടുത്തത്. അപ്പം അത് ആ ഒരു സ്ഥലപരിമിതി ഉണ്ടാവും, അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ഒരു സംഭവത്തിന് ഒരു പരിമിതി ഒക്കെ. അതെ, കാരണം നമുക്ക് പെട്ടെന്നൊരു എക്യുപ്മെൻ്റ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടൽ ബുദ്ധിമുട്ടായിരുന്നു. കാരണം അവിടുന്ന് തൊട്ടടുത്ത് എവിടെ നിന്നും അത് വരാനില്ല. അപ്പോൾ അതൊരു ഇതായിരുന്നു, ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ എങ്കിൽ പോലും ആ പരിമിതിക്കകത്ത് നിന്ന് എങ്ങനെ നന്നാക്കുക എന്നുള്ളതാണ് നോക്കിയിരിക്കുന്നത്. ചേട്ടൻ എപ്പോഴും നോർമലി ഇങ്ങനെ അതെ കുറച്ച് സംസാരിക്കും. അതെ, ടൂ മച്ച് ഈ പറയുന്ന പോലെ വെറുതെ പറയില്ല. കൂടുതലല്ലാതെ കൂട്ടുകാരായിട്ട് സംസാരിക്കുമ്പോഴും ഞാൻ കൂടുതൽ ലിസ്ണറാണ്. പഞ്ച് ലൈനുകൾ മാത്രമേ ഞാൻ പറയാറുള്ളൂ. ഒരു പഞ്ച് ലൈൻ പറയൂ. ഇപ്പൊ ഒന്നും കിട്ടുന്നില്ല, നമുക്ക് കണ്ടിന്യൂ ചെയ്യുമ്പോൾ സംസാരിക്കാം. ഈ ഹരികൃഷ്ണൻ, ലോഹിതദാസ്, ഈ ഹരികൃഷ്ണൻ നമുക്ക് സിനിമയൊക്കെ ഉണ്ടല്ലോ, ആ ഒരു സിനിമയിൽ നിന്ന് ഇൻസ്പയർ ആയി വല്ല ഇഷ്ടപ്പെട്ടൊരു പേര് വീട്ടുകാരിട്ടതായിരുന്നു? അല്ല, ഹരികൃഷ്ണൻസ് ഒക്കെ വന്നത് ഞാൻ ജനിച്ചതിന് വളരെ ശേഷമാണ്. നമ്മൾ മറ്റേ ഇതായി ഇങ്ങനെ ഏജ് ചോദിച്ചതാ. ഏജ് ചോദിക്കുന്ന ഒരു വേറെ രീതിയാണല്ലേ ഇത്. അല്ല, ഇത് എന്താ, അച്ഛൻ പെൺകുട്ടിയാണെന്ന് വിചാരിച്ചിരുന്നത് ആദ്യത്തെ. അപ്പോൾ അതിനൊരു പേര് കണ്ടു വെച്ചിരുന്നു, ഹരിത എന്നാണ് തോന്നുന്നു. ഹരിത ആൺകുട്ടിയായി. അപ്പോൾ ഇതാ മാറ്റി കൃഷ്ണനും കൂടെ ചേർത്ത് ഹരികൃഷ്ണൻ ഇട്ടു. ഈ എന്ന് പറഞ്ഞിട്ടുള്ള അവസാനത്തെ ലെറ്ററിനോട് ലോഹിതദാസ് സാറിന് ഭയങ്കരമായിട്ടുള്ള പ്രേമം ഉണ്ടായിരുന്നു എന്ന് പറയുന്ന കേട്ടിട്ടുണ്ടായിരുന്നു. എല്ലാ സിനിമകളിലും ഭരതം, നിവേദ്യം, തനിയാവർത്തനം, അവസാനം ഒരു അങ്ങനെ ശ്രദ്ധിച്ചിരുന്നോ? അങ്ങനെ ശ്രദ്ധിച്ചിരുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപാട് സിനിമകളുണ്ട്, എല്ലാ സിനിമയും ഭരതമായാലും അവസാനിക്കുന്നത് മൊത്തം അമ്മിലാണ്. അങ്ങനെ എന്തെങ്കിലും? അല്ല, അത് പേരിടുമ്പോൾ അത് പലരും കൂടെ ചേർന്നുള്ളൊരു തീരുമാനമാണ്. അപ്പോൾ സംവിധാനത്തിലേക്ക് വരുമ്പോൾ എല്ലാ സിനിമകൾക്കും അമ്മുണ്ടെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ ഭൂതക്കണ്ണാടി, കാരുണ്യത്തിനുണ്ട്, കന്മകത്തിനുണ്ട്, പക്ഷെ അരണ്യങ്ങളുടെ വീട്. അപ്പോൾ അത് മാറ്റമുണ്ട്. എപ്പോഴും വേണ്ട ഒരു വാക്ക് ഏറ്റവും ചെറിയ വാക്കിലേക്ക് ഒതുക്കാൻ നോക്കാറുണ്ട് പേരുകൾ, ഒറ്റ വാക്കിലേക്ക്. അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന പോലെ ഒന്നുകൊണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ രാഷ്ട്രീയത്തിലായാലും സിനിമയിലായാലും അച്ഛൻ പോയ പാതയിലായിരിക്കും മക്കൾ പോവുക. അച്ഛൻ ഒരു MLA ആണെങ്കിൽ മകൻ അടുത്ത MLA ആവും, അല്ലെങ്കിൽ ഇപ്പോൾ സിനിമാ നടൻ്റെ മക്കളാണെങ്കിൽ സിനിമാ നടനാവും, സംവിധായകരുടെ മക്കളാണെങ്കിൽ സംവിധായകരാവും. പക്ഷെ ചേട്ടൻ സിനിമാറ്റോഗ്രാഫറാണ് ആയിരുന്നു. അതെന്തായിരുന്നു ആ ഒരു ട്വിസ്റ്റ്? അല്ലെങ്കിൽ ഒരു ഡയറക്ഷൻ, തിരക്കഥാകൃത്ത് ആവണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ടെക്നിക്കൽ സൈഡായിരുന്നു ആദ്യമേ? ആദ്യം തൊട്ടേ ആഗ്രഹം ഇതായിരുന്നു. പക്ഷെ തീർച്ചയായിട്ടും എഴുത്തുണ്ട്, അത് സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. ഭാവിയിൽ ഡയറക്ഷൻ എന്നുള്ള കാര്യത്തിനെ പറ്റി ഞാൻ തൽക്കാലം ഇപ്പോൾ ചിന്തിച്ചിട്ടേ ഇല്ല. പക്ഷെ എഴുത്ത് എനിക്ക് ഇഷ്ടമുള്ളതാണ്.
അത് ബാക്കിയുള്ളവർക്ക് എത്രത്തോളം ഇഷ്ടമെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്കൊരു താല്പര്യമുള്ളൊരു കാര്യമാണ്. പിന്നെ വിഷ്വലിയും എന്താ പറയുക, സിനിമാറ്റോഗ്രാഫർ എന്ന് പറഞ്ഞ് ഞാൻ ചിന്തിക്കുമ്പോൾ വിഷ്വലി കൂടെ കഥ പറയുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ മെയിൻ ലക്ഷ്യം. ഒരു ഭംഗിയുള്ള വിഷ്വൽ കാണിക്കുക എന്നുള്ളത് അല്ല, അതിലപ്പുറത്തേക്ക് വിഷ്വലി കൂടെ കഥ പറയുക എന്നുള്ളതാണ് കൂടുതൽ ചിന്തിക്കുന്ന കാര്യം. നമ്മൾ ഈ സിനിമ കാണുന്ന ആളുകൾക്ക് കൂടുതൽ ഈ ടെക്നിക്കൽ സൈഡിനെ കുറിച്ച് അറിയണം എന്നില്ല. ശരിക്കും എന്താണ് ചേട്ടൻ സിനിമാറ്റോഗ്രാഫറായിട്ട് വർക്ക് ചെയ്യുന്നത്? ഈ സിനിമാറ്റോഗ്രാഫി എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുക? ഡിഫൈൻ ചെയ്യുക എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനിഷൻ ഞാനും കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നതെന്നേ ഞാൻ പറയുള്ളൂ. സിനിമ ക്യാമറ വെച്ച് ഞാൻ എന്താ പറയുക, ആ കഥ പറയുക, അത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. വിഷ്വലുകൾ വെച്ച് കഥ പറയുക, അത് ഈവൻ ഡീറ്റെയിലിങ്ങുകളും എല്ലാം നമ്മൾ തന്നെ വെച്ച് കഴിഞ്ഞാൽ ആദ്യം ആ കഥയെ ഒരു ക്യാമറയിലേക്ക് കാണുന്നത് സിനിമാറ്റോഗ്രാഫറാണ്. അപ്പോൾ ആ കഥയെ പറയാനായിട്ട് ഏറ്റവും നല്ല ടൂളുകളും എല്ലാം ഉപയോഗിച്ച് വിഷ്വലി ആ കഥയെ പറയുക. പിന്നെ പലപ്പോഴും ഒരു സംവിധായകൻ്റെ നേതൃത്വം ഉണ്ടായിരിക്കും അതിന്, അയാൾ പറയുന്നതനുസരിച്ച് അതിലേക്ക് എത്തിക്കുക എന്നുള്ള. അപ്പോൾ ഇപ്പോൾ സംവിധായകന് ചിലപ്പോൾ പറയാനുണ്ടാവുന്നത് ആ ഒരു ഫ്രെയിം ആയിരിക്കാം, ആ ഒരു അല്ലെങ്കിൽ ഒരു റേഞ്ച് ആയിരിക്കാം. അതിനെ കൂടുതൽ എങ്ങനെ ഒരു ആ കഥയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് എങ്ങനെ എത്തിക്കും എന്നുള്ളത് നോക്കുന്ന ഒരു ടെക്നീഷ്യൻ. എന്തെങ്കിലും ലിമിറ്റേഷൻസ് ഉണ്ടാവോ? ഇപ്പോൾ ഡയറക്ടർ പറയുന്ന പോലെയാണല്ലോ നമ്മൾ ചെയ്യേണ്ടത്. ചേട്ടൻ പറഞ്ഞു ആദ്യം ആ ഒരു സീൻസ് കാണുന്നത് സിനിമാറ്റോഗ്രാഫേഴ്സാണ്, പക്ഷെ നമ്മളുടെ ഒരു ക്രിയേറ്റിവിറ്റീനെ ഈ ഡയറക്ടേഴ്സ് റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ആ രീതിയിൽ എന്തെങ്കിലും ഉണ്ടാവോ? എനിക്കത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് സിനിമയൊന്നും വർക്ക് ചെയ്തിട്ടില്ല. വർക്ക് ചെയ്ത സ്പേസുകളിൽ അങ്ങനെ ലിമിറ്റ് ചെയ്യുന്നതാണ്. എനിക്ക് പൊതുവേ എനിക്ക് തന്നെ തോന്നുന്ന പ്രശ്നം, കണ്ണിൽ കാണുന്നതിൻ്റെ വളരെ കുറവേ ഈ ക്യാമറയ്ക്കകത്തേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അതെനിക്കൊരു എന്താ പറയുക, അയ്യോ നമ്മൾ ഒരു ഫ്രെയിമിലേക്ക് ഇത് ഒതുക്കണമല്ലോ എന്ന് പറയുന്നത് എനിക്ക് പേഴ്സണലി ഈ എന്താ പറയുക സങ്കടമായി തോന്നാറുണ്ട്. നമുക്ക് ഒരുപാട് ക്യാപ്ചർ ചെയ്യാൻ തോന്നാറുണ്ട്. കുറച്ചുകൂടെ ഈ പറയുന്ന പോലെ ആ ഒരു നിൽക്കുന്ന ഒരു സ്ഥലവും അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റുപാടും എല്ലാം പലതും നമുക്ക് രസമായി തോന്നുന്നുണ്ടാവും. അത് ഇതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ്, പക്ഷെ എല്ലാം ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അത് മാത്രമേ ഉള്ളൂ. ചേട്ടൻ പറഞ്ഞു കുറച്ച് സിനിമകൾ മാത്രമേ ചെയ്തുള്ളൂ എന്ന്. പക്ഷെ നമുക്കറിയാം മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തിരക്കഥാകൃത്തായിരുന്നു, സംവിധായകനായിരുന്നു ലോഹിതദാസ് സാറ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ എന്തുകൊണ്ട് ഈ ഒരു ഇൻഡസ്ട്രിയിൽ എത്താൻ വൈകിപ്പോയി, അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള ഒരു റെക്കഗ്നിഷനോ സപ്പോർട്ടോ അങ്ങനെ കിട്ടിയില്ല എന്നൊക്കെ കമൻസ് പറയുന്നുണ്ട് കേട്ടോ, ഞാൻ പറയുന്നതല്ല. അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അതിനോട് ഈ പറയുന്ന പോലെ ഇപ്പോൾ താങ്കൾക്ക് തോന്നുന്നുണ്ടോ ലേറ്റ് ആയി പോയി? ലേറ്റ് ആയെന്ന് ഒരിക്കലും തോന്നുന്നില്ല. കാരണം എനിക്ക് പല പ്ലസ്സുകളുമാണ് തോന്നുന്നത്. കാരണം എനിക്ക് എൻ്റേതായിട്ട് സ്വന്തം സ്ട്രഗിളുകൾ ഉണ്ടായിരുന്നു. എല്ലാവർക്കും അവരവരുടെ ജീവിതത്തിൽ സ്വന്തം സ്ട്രഗിളുകൾ ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാലേ എന്തെങ്കിലും അതിന് വാല്യൂ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അച്ചീവ്മെൻറ്റിന് എന്താ പറയുക നമുക്ക് ഒരു അഭിമാനം ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ ഒരു കാര്യമുള്ളത് കൊണ്ട് തന്നെ വൈകിപ്പോയി എന്നൊന്നും തോന്നിയിട്ടില്ല. സ്ട്രഗിളുകൾ ഉണ്ടായിരുന്നു. അതിനൊപ്പം തന്നെ ഈ പറയുന്ന പോലെ അച്ഛൻ്റെ പേര് സഹായകമായിരുന്നു പലതും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിനിമ കിട്ടുന്നതിലല്ല, പക്ഷെ എനിക്കൊരു അസിസ്റ്റ് ചെയ്യാൻ പോകുന്ന സമയത്തൊക്കെ എന്തുകൊണ്ട് അവരെ കണ്ട് സംസാരിക്കാനും ചോദിക്കാനും ഒക്കെ ഈ പേര് വളരെ സഹായിച്ചിട്ടുണ്ട്. ഒരു വർക്കിന് പോകുമ്പോൾ ആളുകൾ നമ്മളെ തിരിച്ചറിയാം, ഇത് ലോഹിതദാസിന്റെ മകനാണ് എന്ന് പറഞ്ഞിട്ട് തിരിച്ചറിയാം. പക്ഷെ നമ്മളായിട്ട് ഇങ്ങനെ പറയാറുണ്ടോ? ഞാനായിട്ട് പറയാറില്ല. പൊതുവെ മാക്സിമം അത് ഒഴിവാക്കി നിർത്താനാണ് നോക്കാറ്. കാരണം അല്ലാതെ എന്നെ ഒരു വ്യക്തിയായിട്ട് ആളുകൾ അറിയട്ടെ എന്നുള്ളതാണ് എൻ്റെ പേഴ്സണലി ഉള്ളത്. പക്ഷെ തീർച്ചയായിട്ടും ആളുകൾ അറിയും. കാരണം വെച്ചാൽ ഈവൻ ഞാനിപ്പോൾ താമസിക്കുന്ന ഒരു ഫ്ലാറ്റിൽ പോലും പലർക്കും അറിയില്ല ഓക്കെ ഇന്ന ആളുടെ മകനാണെന്നുള്ളത്. കാരണം ഇന്നലെ രാവിലെ കൂടെ എന്താ കഴിഞ്ഞ 2 വർഷം 3 വർഷമായിട്ട് എന്നെ കാണുന്നൊരു വ്യക്തി ചോദിച്ചു, അയ്യോ താങ്കൾ ഇന്ന ആളുടെ മകനാണല്ലേ എന്ന്. അപ്പോൾ അത് മാക്സിമം ഞാൻ വെറുതെ പുറത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അത് ചില ആളുകൾ നമ്മൾ കാണുന്നുണ്ട്, ഇപ്പോൾ അച്ഛൻ്റെ പേര് പറഞ്ഞിട്ട് ഇങ്ങനെ മുന്നോട്ട് വരുന്നത്, അല്ലെങ്കിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ചേട്ടൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നിയത് ചേട്ടൻ്റെതായിട്ടുള്ള ഒരു ഐഡന്റിറ്റിയിൽ തന്നെ നിൽക്കണം. എനിക്കിപ്പോൾ അച്ഛൻ്റെ പേര് പറഞ്ഞ് മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല, അറിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അതെന്തുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ഇതിലേക്ക് എത്തിയത്? ചെറുപ്പം തൊട്ടേ ഞങ്ങളെ കണ്ടീഷൻ ചെയ്തേക്കുന്നത് അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം. അച്ഛനും ഈ പറയുന്ന പോലെ ഇതാണ് എന്ന് പറഞ്ഞ് മുമ്പോട്ട് പോകണ്ട. കാരണം എന്താ പറയുക, ഇപ്പോൾ സ്കൂളിലൊക്കെ ഈ എക്സ്റ്റൻഷൻ ലോഹിതദാസ് എന്നുള്ള എക്സ്റ്റൻഷൻ ആയിരുന്നില്ല പേരിനൊപ്പം, അത് എൽദാസ് എന്നുള്ള ഇതിലേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ. അപ്പോൾ അത് അങ്ങനെ തന്നെയാണ് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ.
പിന്നെ പുറത്ത് ചെല്ലുമ്പോഴും എപ്പോഴും ഇത് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾ സാധാരണക്കാരായി തന്നെ നിൽക്കൂ എന്നുള്ളത് അച്ഛൻ എപ്പോഴും ഇൻസിസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് ഒരു കണ്ടീഷനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളിലേക്ക് കയറിയെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനപ്പുറത്തേക്കൊന്നും ഉണ്ടാകാൻ വഴിയില്ല. അല്ലാണ്ട് സ്വയം ഇങ്ങനെ ശ്രമിച്ചിട്ടൊന്നുമില്ല റെസ്ട്രിക്റ്റ് ചെയ്യാൻ. പിന്നെ ഒരു സമയത്തിന് ശേഷം എന്താ പറയുക, എന്തിനാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? കാരണം അച്ഛൻ അച്ഛൻ്റെ ഐഡൻറ്റിറ്റി ഉണ്ടാക്കി, ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റി ഉണ്ടാക്കണ്ടേന്നൊരു ഫീൽ ഉണ്ടായി. അത് അച്ഛന് മുകളിലേക്ക് ഉള്ളൊരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കാനായിട്ട് എളുപ്പമല്ല. അതിനു വേണ്ടി ഈ കുറച്ചധികം പാടുപെടേണ്ടി വരും എന്നറിയാം. നേരത്തെ പറഞ്ഞു സ്ട്രഗിൾസ് ഉണ്ടായിട്ടുണ്ട്, ആ സ്ട്രഗിൾസ് ആണ് ഇപ്പോൾ ഇവിടെ വരെ കൊണ്ടുവന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു, അല്ലെങ്കിൽ എത്രത്തോളമായിരുന്നു ആ ഒരു സ്ട്രഗിൾസ്? അല്ല, അതിപ്പോൾ പൊതുവേ സിനിമ സ്വപ്നം കണ്ട് നടക്കുന്ന ആർക്കും ഉണ്ടാകുന്ന കൈൻഡ് ഓഫ് സ്ട്രഗിളുകളൊക്കെ തന്നെ. കാരണം പോയതും പഠിച്ചതും വെച്ച് കഴിഞ്ഞാൽ ഡിഗ്രിക്ക് ശേഷം ഞാൻ സിനിമാറ്റോഗ്രഫി പഠിക്കാനാണ് പിന്നെ കയറുന്നത്. കയറിയതിന് ശേഷം അതിന് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ജീവിക്കാനായിട്ടുള്ള കാശുണ്ടാക്കാൻ ഉള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് ഒരു സമയം കഴിഞ്ഞപ്പോൾ കല്യാണം കഴിയുന്നു. ഇവരെ എല്ലാവരെയും എന്താ നിലനിർത്തി പോവുക എന്ന് പറയുന്നതിനുള്ള സമ്പാദിക്കാനുള്ളതും അതിനൊപ്പം തന്നെ എന്താ പറയുക, നമ്മുടെ പാഷൻ മുമ്പോട്ട് കൊണ്ടുപോകാനും മറ്റാരും ചെയ്യുന്ന സ്ട്രഗിളുകൾ തന്നെ ഉണ്ടായിട്ടുള്ളൂ. ഒരുപക്ഷെ എന്താ ഇങ്ങനെ സ്ട്രഗിൾ എന്ന് പറയാൻ എന്താ പറയുക, സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഒരു ഇതുണ്ടായത്, ഞങ്ങൾക്ക് കുട്ടിക്കാലം ഞങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ടായിരുന്നില്ല അച്ഛനുള്ള കാലത്ത്. അതിൽ നിന്നും മാറി ഒരു വേർഷനിലേക്ക് വരുമ്പോൾ ഉണ്ടാവുന്ന ആ മാറ്റത്തിൻ്റെ സ്ട്രഗിൾ തന്നെയാണ് കൂടുതലും. പിന്നെ എന്താ പറയുക, അസിസ്റ്റ് ചെയ്യണം. എത്രയൊക്കെ പറഞ്ഞ് ഇപ്പോൾ അച്ഛൻ്റെ പേര് പറഞ്ഞ് ആരും സിനിമ വരില്ല. നമുക്കൊരു ബോഡി ഓഫ് വർക്ക് വേണം. അതിനായിട്ട് പുതിയ ആളുകളെ കാണണം, പുതിയ എന്താ പറയുക കൂട്ടുകെട്ടുകൾ ഉണ്ടാവണം. അങ്ങനെയുള്ള ഇതെല്ലാം വളർന്നു വരണം. പിന്നെ പലപ്പോഴും പല സിനിമകളും മുമ്പും സംഭവിച്ചാണ് പലതിൽ നിന്നും നമുക്ക് ഈ പറയുന്ന പോലെ ഒരു മുമ്പൊരു സിനിമ ചെയ്തിട്ടില്ല എന്നുള്ള പേരിൽ മാറ്റിയിട്ടുണ്ട്. അങ്ങനെ പല ഇതുകളും മുമ്പും സംഭവിച്ചിട്ടുണ്ട്. നടക്കാതെ പോയ സിനിമകളുണ്ട്. ഇതേ സ്ട്രഗിളുകളൊക്കെ തന്നെ ഏതൊരു സിനിമ ചെയ്യാൻ നടക്കുന്ന അല്ലെങ്കിൽ എന്തൊരു കാര്യത്തിലേക്കും പുതിയതായിട്ട് ഇറങ്ങാൻ നിൽക്കുന്ന ആൾക്കുണ്ടാകുന്ന സ്ട്രഗിളുകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഒരു സ്പെഷ്യലായിട്ട് പുതിയൊരു സാധനമൊന്നും ഉണ്ടായെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ എൻ്റെ സ്ട്രഗിളുകൾ എൻ്റെയാണ്. അതിൻ്റെ സന്തോഷവും സങ്കടവും എല്ലാം ഞാൻ അനുഭവിച്ചത് തന്നെയാണ്. ഒരു നോർമൽ സിനിമ മോഹി അനുഭവിക്കുന്ന സ്ട്രഗിളുകൾ അത് തീർച്ചയായിട്ടും ഉണ്ട്. കാരണം സിനിമ ഒരിക്കലും ഈ പറയുന്ന ഇപ്പോൾ അച്ഛൻ ഇവിടെയായിരുന്നു അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രീവിയസ് ഒരാൾ ഇവിടെ ഉണ്ടെന്ന് വെച്ച് ചിലപ്പോൾ ഇൻഡസ്ട്രിയിലേക്ക് കയറാനോ അല്ലെങ്കിൽ ഒരു സിനിമ ചെയ്യാനോ ഒക്കെ പറ്റിയേക്കാം. പക്ഷെ നമ്മൾ സ്വീകരിക്കേണ്ടത് അറ്റ് ദ എൻഡ് ജനമാണ്. ഈ സിനിമ കാണുന്ന പ്രേക്ഷകരെന്ന് പറയുന്നവരെ അവരെ തൃപ്തിപ്പെടുത്താതെ അവർ സ്വീകരിക്കില്ല. അപ്പോൾ അവരെ സ്വീകരിക്കുന്ന ലെവലിലേക്ക് വളരാൻ ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. ഈ മാറ്റത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ആ ഒരു മാറ്റം അഡാപ്റ്റ് ചെയ്യാൻ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടായിരുന്നു? അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല അഡാപ്റ്റ് ചെയ്യാൻ. പക്ഷേ ഈ പറയുന്ന പോലെ നമ്മൾ വിചാരിക്കുന്ന അത്ര എളുപ്പമല്ല ജീവിതം എന്ന് തിരിച്ചറിയാന്നുള്ള ഒറ്റ കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് എന്താ പറയുക, ഞങ്ങളും ആ മാറ്റം വരുന്ന സമയത്തെന്ന് പറയുന്നത് കോളേജിൽ ഫസ്റ്റ് ഇയർ ഒക്കെ പഠിക്കുന്ന സമയമൊക്കെയാണ്. അപ്പോൾ എന്താ പറയുക, സ്റ്റിൽ ടീൻ ആണ്. അവിടെ നിന്ന് മാറ്റം വരുമ്പോൾ ഈസി ആയിരുന്നു, വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല മാറ്റം മനസ്സിലാക്കാൻ. പക്ഷെ ചില സമയത്ത് നമുക്ക് സങ്കടം ഉണ്ടാവും, കാരണം അതിന് മുമ്പ് പലതും ഈസി ആയിരുന്നത് കൊണ്ട്. ഈ ധീരനിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ലെൻസിങ് ഒക്കെ എങ്ങനെയായിരുന്നു? ഡയറക്ടറിൻ്റെ അടുത്ത് നേരത്തെ ചോദിച്ച് പ്ലാൻ ചെയ്തിട്ട് അങ്ങനെയുള്ള ഞങ്ങൾ പ്രീ ഇരിക്കുന്ന സമയത്തെ ഉണ്ടായിരുന്ന ഐഡിയകൾ തന്നെയാണ്. കാരണം ടൂ മച്ച് എന്താ പറയുക, ആദ്യത്തെ പോർഷൻ ടൂ മച്ച് എക്സാജറേറ്റഡ് ആവരുത്. അതിനെ വളരെ സിമ്പിളായിരിക്കണം. നോക്കി നമ്മളൊരു നാട്ടിൽ നടക്കുന്ന ഒരു കാര്യം നമ്മളൊരു സ്ഥലത്ത് നിന്ന് കാണുന്നു, അങ്ങനത്തെ ഒരു ഫീലേ പാടുള്ളൂ. നമുക്ക് യൂസ്ഡ് ആയിട്ടുള്ള ഒരു രീതിയായിരിക്കണം, നോർമൽ ആയിരിക്കണം എന്നുള്ളതുണ്ടായി. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ കുറച്ച് എക്സാജറേഷൻ ആവാം, എന്നാലും ഓവർ ദ ടോപ്പ് പോകണ്ട. ഇത്രയാണ് ഏറ്റവും സിമ്പിളായിട്ട് ഡിസ്കഷനിലുണ്ടായിരുന്ന കാര്യം. അതിനു വേണ്ടി ഈ പറയുന്ന പോലെ മാക്സിമം എന്താ പറയുക ക്ലീനർ ആയിട്ടുള്ള ലെൻസുകൾ നോക്കാൻ നോക്കി. അങ്ങനെയാണ് ആരി സിഗ്നേച്ചർ പ്രൈമിലേക്ക് എത്തുന്നത്. സിഗ്നേച്ചർ പ്രൈമിലാണ് ലെൻസ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ വലിയ എന്താ പറയുക ലെൻസ് ക്യാരക്ടേഴ്സ് ഭയങ്കരമായിട്ടില്ലാത്ത ഒരു ലെൻസ് എടുക്കുക എന്ന ഐഡിയ ആയിരുന്നു. ഈ ഒരുപാട് ആർട്ടിസ്റ്റുകൾ അതിലുണ്ടല്ലോ, സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകളുണ്ട്, ജൂനിയേഴ്സ് ആയിട്ടുള്ള ആളുകളുണ്ട്. അതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഒന്നാമത് ആ അവസാനത്തെ ആ ഒരു ഫൈറ്റ് സീൻസ്
അല്ലെങ്കിൽ ആ ഒരു ഡെഡ് ബോഡി ഒക്കെ കൊണ്ടുവരുമ്പോൾ ആ ഒരു സീൻസ് ഫണ്ണുണ്ടായിരുന്നു എന്തെങ്കിലും ഷൂട്ട് ചെയ്യുമ്പോൾ? കുറേ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. പക്ഷേ ഇത് എന്താ പറയുക, ഞാൻ ബേസിക്കലി ഒരു ഇൻട്രോവേർട്ടാണ്. അപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ കൂടുതലും ഞാൻ അതിലേക്കാണ് കൂടുതലും ഇത്. അവിടെ കുറേ തമാശകളൊക്കെ നടക്കുന്നുണ്ടാവും, പക്ഷെ ഞാൻ ഒന്ന് കഴിഞ്ഞാൽ അടുത്ത സാധനത്തിനെ പറ്റി ചിന്തിക്കുകയോ അല്ലെങ്കിൽ അതിലേക്ക് പോവുകയോ ചെയ്ത് കൂടുതലും ആ വഴി കൂടെ ഇങ്ങ് പോവുകയായിരുന്നു. അപ്പം അതുകൊണ്ട് അവിടെ ഈ ഔട്ട്സൈഡ് ഈ ക്യാമറ നടക്കുന്ന പല പരിപാടികളും ഞാൻ അറിയില്ല. ഇതിനകത്തേക്ക് വരുമ്പോൾ ഈ പറയുന്ന പോലെ ഇവർ പലപ്പോഴും നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുക. കാരണം ഇവരെന്താണ് അവിടെ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ എന്ത് എക്സ്പ്രഷൻ തരും എന്നുള്ളതൊക്കെ നമുക്ക് ടേക്കിലേ അറിയുള്ളൂ. എന്തെങ്കിലും എക്സ്പ്രഷൻ കണ്ടിട്ട് ഇങ്ങനെ വാവ് തോന്നിയ ഒരു മൊമെന്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? അത് പല മൊമെൻറ്റും ഉണ്ടായിട്ടുണ്ട് പല സ്ഥലത്തും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ധീരൻ എന്ന് പറയുന്ന ക്യാരക്ടറെ രാജേഷ് ചേട്ടൻ ഇങ്ങനെ കൊണ്ടുപോകാൻ, കാരണം പുള്ളിയുടെ സൈഡിൽ നിന്നാണ് ഈ ക്യാരക്ടറിനുള്ളൊരു എന്താ പറയുക ഒരു ഇമോഷണൽ സാധനം വരുന്നത് രാജേഷ് ചേട്ടൻ്റെ പെർഫോമൻസിൽ നിന്നാണ് കൂടുതലും. സ്ക്രീൻ പ്ലേയിലുള്ളതിനേക്കാളും മുകളിലേക്ക് എലിവേറ്റഡ് ആവുന്ന പുള്ളിയുടെ പെർഫോമൻസിൽ. അത് ഞാൻ ശരിക്കും ഷൂട്ട് ചെയ്യുമ്പോൾ എൻജോയ് ചെയ്തിട്ടുണ്ട് പലപ്പോഴും അത് വരുന്നത്. വേറെ ഏതെങ്കിലും മൊമെന്റ്സ് നമുക്ക് എന്താ പറയുക ഫ്രെയിമിലൂടെ അല്ലെ ക്യാമറയിലൂടെ നോക്കുമ്പോൾ നമുക്ക് ഇത് അടിപൊളിയായി, ഇത് സൂപ്പറായി എന്ന് തോന്നുന്ന ഏതെങ്കിലും ഷോർട്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അത് പൊതുവെ അങ്ങനെ എന്താ പറയുക ആ മൊമെൻറ്റിൽ അങ്ങനെ തോന്നിയ കാര്യങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടില്ല. ഈ എടുത്തു വെച്ചതിനേക്കാളും ഭംഗിയായി സിനിമ കാണുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയി എന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് സിനിമ കാണുമ്പോൾ എപ്പോഴും പ്രശ്നം മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് എന്താ പറയുക, ഇത് ശരിയായി എന്ന് തോന്നുന്ന സാധനങ്ങൾ കമ്പാരിറ്റീവ്ലി കുറവാണ്. എനിക്ക് ഓരോ ഷോട്ടും കാണുമ്പോൾ അയ്യോ എന്നുള്ളതാണ്. കുറച്ചുകൂടി അതെ, ഇതാക്കായിരുന്നു അല്ലെങ്കിൽ ഇതെങ്ങനെ മാറ്റി ചെയ്യാന്നുള്ളത് മാത്രമേ ഇപ്പം ചിന്തയിൽ വരുന്നുള്ളൂ. ചിലപ്പോൾ ഇനി കുറച്ചുകൂടെ കഴിഞ്ഞ് ചിലപ്പോൾ നോക്കുമ്പോൾ ഓക്കെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചിരുന്നു എന്നുള്ളത് ചിലപ്പോൾ രസം തോന്നിയേക്കാം, എനിക്കറിയില്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ എനിക്ക് എല്ലാം കാണുമ്പോൾ അയ്യോ ഇതിങ്ങനെയാണോ ഇതിങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളത് മാത്രമേ തോന്നുന്നു. പക്ഷെ പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അതിന്റെ ഫ്രെയിംസ് കാര്യങ്ങളൊക്കെ. അതിൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു ഫ്രെയിം ബസ്സിൽ വരുമ്പോൾ ആ ഒരു മിററിലൂടെ രാജേഷ് മാധവൻ നായികയെ നോക്കുന്ന ഒരു സീനാണ്, തിരിച്ചു നോക്കുന്ന ഒരു സീനുണ്ട്. അത് ഈസി ആയിരുന്നു അതെടുക്കാൻ? എടുക്കലൊക്കെ ഈസി ആയിരുന്നു. അത് പെട്ടെന്ന് ആ മൊമെന്റിൽ തോന്നി അപ്പോൾ എടുത്ത കാര്യങ്ങളാണ് അതെല്ലാം. പെട്ടെന്ന് തോന്നിയെടുത്തതാണ്? പെട്ടെന്ന് തോന്നിയെടുത്തതാണ്. കാരണം ജസ്റ്റ് ഇറങ്ങിപ്പോകുന്നു അത്രേ ഉണ്ടായിരുന്നുള്ളൂ. വേറെ വേറെ കട്ടുകൾ ഉണ്ടായി. പക്ഷേ ഞാനിങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിൽ അപ്പുറത്തെ ബസ്സിലിരുന്ന് ഒരു ഷോട്ട് വയ്ക്കുമ്പോൾ ഇല്ല ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ രസമായിരിക്കും തോന്നി പെട്ടെന്ന് എടുത്ത ഇതേ. അമ്മയുടെ ഒരു അഭിമുഖം ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോഹിതദാസ് സാറ് അതിഥിയെ പോലെയാണ് വീട്ടിൽ വരിക, ആ സമയത്താണ് എല്ലാവരും ഒന്ന് ഉഷാറാവുന്നത്. അച്ഛൻ അങ്ങനെയായിരുന്നു? അപ്പോൾ അതിഥിയായിരുന്നു വീട്ടിൽ അതിഥിയില്ല, പക്ഷെ ഞാൻ അതിഥി എന്നല്ല പറയാം. അച്ഛൻ വരുമ്പോഴാണ് വീട്ടിൽ അടുക്കും ചിട്ടയും വരിക. അതുവരെ ഈ പറയുന്ന പോലെ ഞങ്ങൾ അവിടെ കാള കളിച്ച് കിടക്കുന്നതും അമ്മയാണെന്നുണ്ടെങ്കിലും ഈ പറയുന്ന പോലെ ലേസിയായി തന്നെ കുറച്ച് കാര്യങ്ങൾ ഡീൽ ചെയ്യും. പക്ഷെ അച്ഛൻ വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്ലൂഡിങ് മറ്റേ തുണി മടക്കൽ, വീട് വൃത്തിയാക്കൽ, ഞങ്ങളെല്ലാവരും ഒരു പരപരപ്പായിരിക്കും പലപ്പോഴും. പിന്നെ എന്താ പറയുക ഒരു അടുക്കും ചിട്ടയും കൃത്യം വരുന്നത് അപ്പോഴാണ്. ഈവൻ ഭക്ഷണം കഴിക്കുന്നതിനാണെങ്കിലും കൂടെ ഇരിക്കുന്നതിനാണെങ്കിലും അച്ഛനെപ്പോഴും ഒരുമിച്ചിരിക്കാനായിട്ട് കൂടുതൽ എന്താ പറയുക പ്രൊമോട്ട് ചെയ്യും അതുകൾ. പിന്നെ ഈ ശ്രദ്ധ കുറവിന് ഒരുപാട് ചീത്തയും കേൾക്കും. ചില ശ്രദ്ധ കുറയുന്നതിനാണ് ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചീത്ത കേൾക്കൽ. അത് അച്ഛൻ വരുമ്പോഴാണ്. ഇതേ അഭിമുഖത്തിൽ തന്നെ കേട്ട മറ്റൊരു കാര്യമുണ്ട്. ലോഹിതദാസ് സാറിൻ്റെ അവസാന സമയത്ത് ഒരുപാട് പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് കിട്ടേണ്ടിയിരുന്നത് കിട്ടിയിരുന്നില്ല, മനഃപൂർവ്വം ചില ആളുകൾ അവഗണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നുമല്ല, നമുക്ക് പ്രേക്ഷകരുടെ സ്നേഹമായിരുന്നു വലുത്. അതായത് പുള്ളി അറിഞ്ഞോ അറിയാതെ പുള്ളിക്ക് ഒരുപാട് ആരോപണങ്ങൾ നേരിട്ട ഒരു മനുഷ്യനായിരുന്നു. ഒരു മകൻ എന്ന രീതിയിൽ അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ആരോപണങ്ങളോട് പ്രതികരിക്കാനായിട്ട് അങ്ങനെ തോന്നിയിട്ടുണ്ട്. പക്ഷെ അതൊരു എന്താ പറയുക എല്ലാവർക്കും ഉണ്ടാവുന്നത്. പക്ഷെ സങ്കടം ഉണ്ടായിരുന്നു പലപ്പോഴും. കാരണം നമുക്ക് അറിയാം അതങ്ങനെയല്ല എന്നറിഞ്ഞിട്ടും ആരോപണങ്ങൾ വരുമ്പോൾ സങ്കടം ഉണ്ടായിരുന്നു. അത് തീർച്ചയായിട്ടും ഞങ്ങളെല്ലാവരും എഫക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ പ്രതികരിക്കാനൊന്നും അങ്ങനെ
ടു മച്ച് തോന്നിയിട്ടൊന്നുമില്ല. പക്ഷെ അത് എന്താ പറയുക, ഇതിൽ സംഭവിക്കുന്നതാണ് എന്തോ അക്കാലത്തെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. അങ്ങനെ സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലിജോ ജോസ് പെല്ലിശ്ശേരിനെയാണ് കുറച്ചുകൂടെ ആസ് എ ഡയറക്ടർ ഭയങ്കര ഇഷ്ടം. അങ്ങനെ തന്നെയാണോ താങ്കൾക്കും? അല്ല, എനിക്ക് ഈ പറയുന്ന പോലെ ഇപ്പം അച്ഛനെ നോക്കിക്കാണുമ്പോൾ ലോഹിതദാസ് എന്ന് പറയുന്ന റൈറ്ററെയാണ് എനിക്കും കൂടുതൽ ഇഷ്ടം. ഡയറക്ടറെ ഇഷ്ടമല്ല എന്നല്ല പറയുന്നത്. ആസ് എ റൈറ്റർ അതിനേക്കാളും വളരെ മുകളിലാണ് നിൽക്കുന്നത്. ഡയറക്ടർ എന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ എന്താ പറയുക, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കാരണം പിടിവാശികൾ പിടിക്കാനായിട്ട് അച്ഛൻ അത്ര എന്താ പറയുക നല്ല ആളല്ല. കാരണം ഡയറക്ടർ ആകുമ്പോൾ പക്ഷേ കുറച്ച് പിടിവാശികൾ വേണം. ഞാൻ ഇങ്ങനെ ഇത് ചെയ്യൂ എന്ന് പറയാനുള്ള ചില പിടിവാശികൾ വേണം. അത്ര ഒരു പിടിവാശിക്കുള്ള ആളല്ലായിരുന്നു അച്ഛൻ. അപ്പോൾ ആസ് എ ഡയറക്ടർ കുറച്ചുകൂടെ പിടിവാശികളൊക്കെയുള്ള ഇങ്ങനെ തന്നെ വേണം. കാരണം മനസ്സിലെ ചിന്തകൾ ഒരുപാട് വലുതായിരുന്നു. അത് എക്സിക്യൂഷനിലേക്ക് വരുമ്പോൾ അതിനു വേണ്ടി പിടിവാശി പിടിക്കാനുള്ള എന്താ പറയുക അതിനുള്ള കെൽപ്പില്ലായിരുന്നു. ഈ സൗഹൃദങ്ങളുടെ കാര്യം അച്ഛനിൽ നിന്ന് പകർന്നു കിട്ടിയതാണോ? സിനിമയിലെ അച്ഛനും ഒരു സൗഹൃദ വലയത്തിന്റെ ഒരാളായിരുന്നു, മകനും ഒരു സൗഹൃദ കൂട്ടായ്മയിൽ നിന്നൊരു സിനിമ ചെയ്യുന്നു. അല്ല, ഈ സൗഹൃദങ്ങൾ കണ്ട് പഠിച്ചതാണോ ഇങ്ങനെ ഒരു ഗുഡ് ഫ്രണ്ട്ഷിപ്പ്? അല്ല, അച്ഛന് ശരിക്കും പറഞ്ഞാൽ സിനിമയ്ക്കകത്ത് ഒരുപാട് എന്താ പറയുക വലിയ സൗഹൃദങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്കറിയാവുന്ന കാര്യം. പരിചയങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ സൗഹൃദങ്ങൾ യഥാർത്ഥത്തിൽ പറയുന്ന സൗഹൃദങ്ങൾ കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു. എന്നാൽ ചെറുപ്പം മുതലുള്ള മറ്റ് സൗഹൃദങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ കൂടെ ഉണ്ടായിരുന്നു. അവർ വീണ്ടും വീണ്ടും കാണുകയും എല്ലാം ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അതിനകത്തുനിന്ന് സിനിമകളും ചിലർ ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഞാനും ഈ പറയുന്ന സൗഹൃദം സിനിമയ്ക്ക് വേണ്ടിയല്ല, സൗഹൃദത്തിന് വേണ്ടിയാണ് സൗഹൃദം, അല്ലെങ്കിൽ ആ ഒരു ബന്ധത്തിന് വേണ്ടിയാണ്. പക്ഷേ സിനിമ മോഹിക്കുന്ന എല്ലാവരും കൂടെ ഒരുമിച്ച് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതൊരു സിനിമയിലേക്ക് മാറുന്നു. ഇനി എന്തൊക്കെയാണ് അടുത്ത അപ്കമിങ് പ്രൊജക്ട്സ്? അപ്കമിങ് ചില സിനിമകൾ ഇങ്ങനെ സംസാരങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അനുജൻ അവൻ്റെ ഒരു സിനിമ ചെയ്യാനുള്ള തയ്യാറെടുപ്പുകളിലാണ്. ഇതിൽ കൂടെ ഈ അസോസിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. ചേട്ടൻ എഴുതുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ഇപ്പോൾ ലോഹിതദാസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് കഥകൾക്ക് അത്ര പഞ്ഞമില്ല, ഞാൻ ചുറ്റും കാണുന്ന ജീവിതങ്ങളാണ് എഴുതുക. അതുപോലെ തന്നെ ഒരു എഴുത്തായിരിക്കും, ഒരു ഗ്രാമീണ ഭംഗി നിറഞ്ഞൊരു എഴുത്തായിരിക്കും, അല്ലെങ്കിൽ വല്ല ഫിക്ഷൻ അങ്ങനത്തെ ഒരു ടമാർ പടാർ ഐറ്റമായിരിക്കുമോ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? പിന്നെ എൻ്റെ എഴുത്തുകളിൽ ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു മിക്സ് ആയിരിക്കും എന്ന് പറയാം. പിന്നെ തീർച്ചയായിട്ടും അച്ഛനൊന്നും ഉണ്ടായിരുന്ന ഒരു ലെവൽ ഓഫ് എന്താ പറയുക എക്സ്പീരിയൻസ് ഞങ്ങൾക്കില്ല. അവർ കടന്നു വന്ന ജീവിതവും ജീവിത സാഹചര്യമൊക്കെ ഭയങ്കര വ്യത്യസ്തമായിട്ടാണ്. ഞങ്ങൾ വന്നത് വേറെ തന്നെയാണ്. ഞങ്ങൾ ജീവിതത്തിൽ കണ്ടതോ പഠിച്ചതോ ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നായിരിക്കും തീർച്ചയായിട്ടും സിനിമ ചെയ്യാൻ നോക്കുക. പിന്നെ മാക്സിമം വേറെ സിനിമയിൽ നിന്ന് ഇൻഫ്ലുവൻസ് എടുക്കാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ തീർച്ചയായിട്ടും മറ്റ് സിനിമകൾ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഒരു മിക്സ് ആയിരിക്കും എന്നാണ് ഞാൻ പറയുക. തീർച്ചയായിട്ടും എന്താ പറയുക, ജീവിതത്തിൽ കണ്ട ഒരുപാട് പേരുണ്ടാവും. അതിൽ നിന്ന് തന്നെയാണ് എപ്പോഴും എന്താ പറയുക ഇൻസ്പിറേഷൻ എടുക്കാൻ നോക്കുന്നത്. എപ്പോഴും നമ്മൾ കണ്ടേക്കുന്ന ഒരാളുടെ അടുത്തു നിന്നാണ് ഒരു ക്യാരക്ടറിനെ ഉണ്ടാക്കാൻ നോക്കുക. മറ്റൊരു സിനിമയിൽ നിന്ന് എടുക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. ജീവിതത്തിൽ അപ്പോൾ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തിട്ടുള്ളത് ആരാണ്? ജീവിതത്തിൽ ഏറ്റവും ഇൻസ്പയർ ചെയ്തേക്കുന്ന അച്ഛൻ തന്നെയാണ്. വേറെ എന്താ പറയുക അതിനേക്കാളും അനുഭവമുള്ള ആരെയും കൂടെ തൽക്കാലം ഞങ്ങൾ ഇതുവരെ ജീവിച്ചിട്ടില്ല. അച്ഛനാണ്. പിന്നെ ഏറ്റവും അടുത്ത് ജീവിക്കുന്നവർ തന്നെയാണ് ഏറ്റവും അധികം ഇൻസ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നെ എന്താ പറയുക, എൻ്റെ ഭാര്യ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇൻസ്പയർ ചെയ്യുന്നുണ്ട് അവർ ചെയ്യുന്നത്. അതുപോലെ തന്നെ എൻ്റെ ചെറിയ മകള് ഒരുപാട് ഇൻസ്പയർ ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അമ്മ കടന്നു പോകുന്ന കാര്യങ്ങൾ, ഇതെല്ലാം ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകൾ തന്നെയാണ്. അച്ഛനാണ് ഏറ്റവും അധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. കാരണം ഇപ്പോഴാണ് ഞങ്ങൾ എന്തുകൊണ്ടാണ് പലതും അച്ഛൻ അങ്ങനെ ചെയ്തിരുന്നതെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ തിരിച്ചറിവ് വരുന്നത് ഈ സമയത്താണ്. അതും ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അച്ഛൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമ ഏതാണ്? റിപ്പീറ്റഡ്ലി വാച്ച് ചെയ്യുന്ന അങ്ങനത്തെ ഏതെങ്കിലും? ഞാനിപ്പോൾ അച്ഛൻ്റെ ഒരു സിനിമ കണ്ടിട്ട് കുറേ കാലമായി. ഞാനങ്ങനെ റിപ്പീറ്റഡ്ലി അങ്ങനെ ഒരുപാട് കാണാറില്ല. പിന്നെ എനിക്ക് തോന്നിയേക്കുന്നത് നമുക്ക് ഏതൊരു ഇമോഷനിൽ നിൽക്കുന്ന സമയത്തും കാണാവുന്ന സിനിമകളുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് എന്താണ് നമുക്ക് തോന്നുന്നത് അതനുസരിച്ചൊരു സിനിമ എടുത്ത് കാണുക എന്നുള്ളതാണ്. ഈ അടുത്ത് ഞാൻ ഒരുപാട് ഒന്നിലേക്കും റീവിസിറ്റ് ചെയ്തിട്ടില്ല.
ഈ ലോഹിതദാസ് എന്ന ഡയറക്ടറായ അച്ഛനും ഈ ദേവദത്ത് ഷാജിൻ്റെ കൂടി ഇപ്പോൾ വർക്ക് ചെയ്തു, പുള്ളിയും പോട്ടെ. ഏറ്റവും ഇഷ്ടപ്പെട്ട മലയാളത്തിലെ വേറൊരു ഡയറക്ടർ ആരാണ്? എനിക്കൊരു ഒരാളെയൊക്കെ പറയാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം പലരുടെയും സിനിമകളാണ് നമ്മളെ ഇൻസ്പയർ ചെയ്യുക. ഒരു ഡയറക്ടറെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. എൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇപ്പോഴൊക്കെ ഞാൻ നിൽക്കുന്ന ഒരു മെൻറ്റാലിറ്റിയിൽ എൻ്റെ ഒരു തെറാപ്പി ഫിലിം പലപ്പോഴും മഹേഷിൻ്റെ പ്രതികാരമാണ്. കാരണം അത് എന്ത് കൈൻഡ് ഓഫ് ഇപ്പോൾ കംപ്ലീറ്റ്ലി ഈ ഒരു സാധനം പുതിയൊരു സാധനം വർക്ക് ചെയ്യുമ്പോൾ നമ്മളൊരു ബ്ലോക്ക് വന്നു കഴിഞ്ഞാലും അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്തൊക്കെ കാണാറുള്ള പടം അതാണ്. അതിൽ നിന്ന് നേരെ ഒന്നും ചിലപ്പോൾ കിട്ടില്ല, പക്ഷെ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ട് മറ്റു പലതും. അപ്പം അങ്ങനെ ഇതാണ്. അപ്പോൾ ദിലീഷ് പോത്തൻ എന്ന് പറയുന്ന സംവിധായകൻ്റെ സിനിമയാണത്, അത് പറയാം. പിന്നെ ഈ പറഞ്ഞ പല സിനിമകളും പലരുടെയും സിനിമകൾ ഞാൻ വീണ്ടും വീണ്ടും കാണാറുണ്ട് ഈ അടുത്ത കാലത്തുള്ളത്. അത് മൂഡനുസരിച്ചാണ്. ഒരു വ്യക്തിയെ എടുത്തങ്ങനെ പറയാൻ പറ്റില്ല. ഈ ഏതെങ്കിലും ഡയറക്ടേഴ്സിന്റെ കൂടെ അസോസിയേറ്റ് ചെയ്യണമെന്ന് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമുണ്ടോ? അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ എടുത്ത് ഒരുപാടൊന്നും തോന്നുന്നില്ല. പക്ഷെ അവർ സൗഹൃദമുള്ളവരുടെ കൂടെ കൂടുതൽ വർക്ക് ചെയ്യാനായിട്ട് എനിക്ക് കൂടുതൽ ആഗ്രഹമാണ്. അല്ലെങ്കിൽ സൗഹൃദങ്ങൾ ഉണ്ടാക്കി വർക്ക് ചെയ്യാനും ഇഷ്ടമാണ്. പറഞ്ഞാൽ പുതിയ ആൾക്കാരാണെങ്കിലും ഇതാണെങ്കിലും നമുക്ക് കുറച്ചുകൂടെ സ്പേസ് കിട്ടുന്ന ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യാൻ എനിക്ക് ആഗ്രഹം ഉണ്ട്. പുതിയ ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാനാണ് കുറച്ചുകൂടെ കംഫർട്ട് കിട്ടുന്നത്? അല്ല, എനിക്ക് കംഫർട്ട് എന്നല്ല. ഞാൻ മുമ്പ് തൊട്ടേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷോർട്ട് ഫിലിം ചെയ്യുന്ന കാലം തൊട്ടേ ഞാൻ ഈ പറയുന്ന പോലെ യങ്ങർ ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാനായിട്ട് ഞാൻ എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ദേവദത്തിലേക്കൊക്കെ എത്തുന്നത്. വെച്ച് കഴിഞ്ഞാൽ അവരിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട്. കാരണം ഇനി മുമ്പോട്ട് കൊണ്ടുപോകാൻ പോകുന്നവരാണ്. അവരിലേക്ക് എത്താനായിട്ട് ഞാൻ കൂടുതൽ ശ്രമിക്കാറുണ്ട്. നമ്മളെ കമൻസ് മുന്നേ ഒരുപാട് അഭിമുഖങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ വരുന്നൊരു കമൻസ്, ഈ ലോഹിതദാസ് സാറിൻ്റെ മകനായിട്ട് എന്തുകൊണ്ട് അദ്ദേഹം മരിച്ചിട്ടും സിനിമ ഇൻഡസ്ട്രിയിലെ ആളുകൾ ഇവരെ സഹായിച്ചില്ലേ എന്നുള്ള ചോദ്യങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു. ആളുകൾക്ക് ഒരുപാട് തെറ്റിദ്ധാരണയുണ്ട്. അത് എങ്ങനെയാണ് കാണുന്നത്? ഈ അമ്മ പോലുള്ള സംഘടനകൾ ഉണ്ടായിട്ടുണ്ട്, എന്തുകൊണ്ട് അവരെ വേണ്ടത്ര സഹായിച്ചില്ല എന്ന് തോന്നുന്നു, അദ്ദേഹത്തിന് വേണ്ടത്ര ഒരു മൂല്യങ്ങൾ കൊടുത്തില്ല എന്ന് തോന്നുന്നു എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. പക്ഷേ എന്താ പറയുക, വ്യക്തികൾ ഒരുപാട് ഈ പറയുന്ന പോലെ സഹായങ്ങളുണ്ടായിരുന്നു, കൂടെ നിന്നിട്ടുണ്ട്. പിന്നെ ഇതിലുപരി എന്താണ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഒരു പരിധിക്ക് മേലെ സഹായിക്കുന്നതും നല്ലതല്ല. ഞങ്ങളെ വളരാൻ സമ്മതിക്കണമല്ലോ, അതവർ വിട്ടിട്ടുണ്ടെന്നുള്ളതാണ്. കാരണം അത് തന്നെയാണ് അവർ ചെയ്തേക്കുന്ന ഏറ്റവും വലിയ സഹായം എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒന്നും ചെയ്യാതിരിക്കുകയല്ല ചെയ്തേക്കുന്നത്. എല്ലാവരും എന്താ പറയുക, പഠിക്കാനുള്ള വഴിയും വളരാനുള്ള വഴിയെല്ലാം പലരും തന്നിട്ടുണ്ട്. അത് ഒരുപാട് പേര് തന്നിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, നമ്മളെവിടെയെങ്കിലും കാണുമ്പോൾ ഒരു നല്ല വാക്ക് പറയുക, അല്ലെങ്കിൽ അടുത്തിരിക്കുക, ഒന്ന് വിളിക്കുക, തിരിച്ചറിയുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. ഇതെല്ലാം ഉണ്ടായിട്ടുണ്ട്, സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. പിന്നെ നേരെ വന്ന് എല്ലാവരെയും കാശ് കൊടുത്ത് സഹായിച്ചു കഴിഞ്ഞാൽ അതവരെ നശിപ്പിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കുറച്ചുകൂടെ എന്താ പറയുക, എല്ലാവരെയും വളരാനും സ്ട്രഗിൾ ചെയ്യാനൊക്കെ കുറച്ച് വിടണം. അത് തീർച്ചയായിട്ടും അവർ വിട്ടണ്ട. അതിന് തീർച്ചയായിട്ടും നന്ദിയേ ഉള്ളൂ. ഇപ്പോൾ താങ്ക് യു ചേട്ടാ, ഇത്രയും നേരം നിങ്ങളോട് സംസാരിച്ചതിൽ. അടുത്ത നല്ല നല്ല വർക്ക്സ് വരട്ടെ, നല്ല എഴുത്തുകൾ ഉണ്ടാവട്ടെ. ഭാവിയിൽ സംവിധാനം അറിയില്ല, പക്ഷേ എഴുത്ത് ഞാൻ എന്തെങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കും. ഉണ്ടാവട്ടെ. വീണ്ടും നമുക്ക് ആ ഒരു എഴുത്ത് ഭംഗിയായി ഒരു ഇൻ്റർവ്യൂ കൂടെ എടുക്കാൻ സാധിക്കട്ടെ. താങ്ക് യു.